എല്ലാവർക്കും നല്ല നമസ്കാരം. ജാവാസ്ക്രിപ്റ്റ് നോൺ ജസ്റ്റ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ലൂപ്പിലെ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ആണ്. അതായത് എന്താണ് ബ്രേക്ക് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കാം. നമ്മൾ ലൂപ്പ് കണ്ടിരുന്നു, അതായത് വൈൽ ലൂപ്പ്, ഡു വൈൽ, ഫോർ ലൂപ്പ് കണ്ടിരുന്നു. ലൂപ്പിൻ്റെ അകത്ത് എപ്പോഴാണ് നമ്മൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുന്നത്? നമ്മൾ ലൂപ്പിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഫെയിലിയർ ആകുമ്പോൾ, അതായത് കണ്ടീഷൻ ഫോൾസ് റിട്ടേൺ ചെയ്യുമ്പോഴാണ് ആ ലൂപ്പ് എക്സിറ്റ് ആകുന്നത്. പക്ഷേ ചില അവസരങ്ങളിൽ നമുക്ക് ആ കണ്ടീഷൻ തെറ്റുന്നതിന് മുമ്പേ ചിലപ്പോൾ ലൂപ്പിൽ നിന്ന് നമുക്ക് ഫോഴ്സ്ഫുള്ളി എക്സിറ്റ് ആകേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രോഗ്രാം ലോജിക്കിൽ ഒരിക്കലും ആ ലൂപ്പ് എക്സിറ്റ് ആകുന്ന സിറ്റുവേഷൻ വരത്തില്ല. അപ്പം ചിലപ്പോൾ ലൂപ്പിനകത്ത് നിന്ന് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ലൂപ്പിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി നമ്മൾ എക്സിറ്റ് ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ലൂപ്പിൻ്റെ അകത്ത് കണ്ടീഷൻ ഫെയിലിയർ ആകുമ്പോഴാണ് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുന്നത്. പക്ഷേ ബ്രേക്കിൽ നിന്ന് കീവേഡ് ഉപയോഗിച്ച് നമുക്ക് കണ്ടീഷൻ ട്രൂ ആയാലും ഫോൾസ് ആണെങ്കിലും കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ ലൂപ്പിൽ നിന്നും പുറത്ത് ചാടാൻ വേണ്ടിയിട്ടുള്ള കീവേഡാണ് ബ്രേക്ക്. കണ്ടിന്യൂ അതുപോലെ തന്നെയാണ്. കണ്ടിന്യൂ ലൂപ്പ് ബ്രേക്ക് നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടിന്യൂ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രാവശ്യം ബ്രേക്ക് വിളിച്ച് കഴിഞ്ഞാൽ ആ ലൂപ്പിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ എക്സിറ്റ് ആകും. സപ്പോസ് ഒരു ലൂപ്പ് 10 പ്രാവശ്യം ഐറ്ററേറ്റ് ചെയ്യേണ്ട ലൂപ്പ് ആയിരുന്നു എന്ന് വെക്കുക. പക്ഷെ നമ്മൾ രണ്ടാമത്തെ ഐറ്ററേഷൻ ആയപ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തില്ല, ആ ലൂപ്പിൽ നിന്ന് നമ്മൾ പുറത്തുപോയി. അതേസമയം കണ്ടിന്യൂ ആണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യത്തെ ഐറ്ററേഷൻ മാത്രമേ ഇത് ബ്രേക്ക് ചെയ്യുള്ളൂ. അതായത് ഒരു ലൂപ്പ് 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് അതിൻ്റെ കണ്ടീഷൻ. അതിനകത്ത് ഒരു പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂ വിളിച്ച് കഴിഞ്ഞാൽ അതിലെ ഒരു ഐറ്ററേഷൻ മാത്രം അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അത് നേരെ കൺട്രോളിലേക്ക് പോവുകയും ലൂപ്പിൻ്റെ ടോപ്പിലേക്ക് പോവുകയും ബാക്കിയുള്ള സമയത്ത് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഒരു കണ്ടിന്യൂ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ലൂപ്പിൽ ഏകദേശം 9 പ്രാവശ്യത്തോളം ആ ലൂപ്പ് ഐറ്ററേറ്റ് ചെയ്തോളും നോർമൽ കേസിൽ. അതാണ് ബ്രേക്കും ഇതും തമ്മിലുള്ള വ്യത്യാസം. അതായത് ബ്രേക്ക് എന്ന് പറയുന്നത് ലൂപ്പിൽ നിന്നും എൻറ്റയർലി എക്സിറ്റ് ആകും. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ലൂപ്പിലെ 1 ഐറ്ററേഷനിൽ നിന്ന് എക്സിറ്റ് ആകത്തുള്ളൂ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളത് കറക്റ്റായിട്ട് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ആ ഫോർ ലൂപ്പിൻ്റെ പ്രോഗ്രാം തന്നെ നോക്കാം. അതിനകത്ത് നമുക്ക് ബ്രേക്കിംഗ് കണ്ടിന്യൂ യൂസ് ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് 1 തൊട്ട് 10 വരെയുള്ള സംഖ്യകൾ കൺസോൾ ലോഗ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ്. നമ്മൾ ഫോർ ലൂപ്പ് എടുക്കുന്നു. ഫോർ I is equal to 1, I less than or equal to 10, I plus plus I. നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാം. ഇതിൻ്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് നമുക്ക് കൂടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. 1 തൊട്ട് 10 വരെയുള്ള സംഖ്യകൾ ലോഗ് ചെയ്യും. ഓക്കെ, 1 തൊട്ട് 10 വരെയുള്ള സംഖ്യകൾ ലോഗ് ചെയ്യും. ഇനി നമ്മൾ ഉപയോഗിക്കുകയാണ്, അതായത് ഐയുടെ വാല്യൂ ഈ ലൂപ്പ് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഒന്നും കൂടി പറയാം ജസ്റ്റ് സാമ്പിളിന് വേണ്ടി. ഐയുടെ വാല്യൂ നമ്മൾ 1 ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വരും, 1 പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം ലൂപ്പ് ചേഞ്ച് സംഭവിക്കും, ഐയുടെ വാല്യൂ 2 ആകും. അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യും, 2 10നേക്കാളും ചെറുതാണ്, അപ്പം 2 പ്രിൻറ്റ് ചെയ്യും, 3 പ്രിൻറ്റ് ചെയ്യും, 4 പ്രിൻറ്റ് ചെയ്യും, അങ്ങനെ 9 ആകും. 9 ആകുമ്പോൾ 9 അതിന് ശേഷം ഐയുടെ വാല്യൂ 10 ആകും. 10 കഴിയുമ്പോൾ ചെക്ക് ചെയ്യും, 10 ഐയുടെക്കാളും ചെറുതോ അല്ലെ 10നോട് ഈക്വൽ ആണോ ചോദിക്കും. 10 ഈക്വലാണ്, അപ്പോൾ 10 പ്രിൻറ്റ് ചെയ്യും. അടുത്ത പ്രാവശ്യം ഐയുടെ വാല്യൂ 11 ആകും. 11 ആകുമ്പോൾ ഈ കണ്ടീഷൻ ഫെയിലിയർ ആകും. അങ്ങനെ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകും. അതാണ് ഇപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ബ്രേക്ക് ഉപയോഗിച്ച് നോക്കാം. അതായത് എനിക്ക് ഈ ലൂപ്പിൽ 5 ആകുമ്പോൾ ഇതൊന്ന് ബ്രേക്ക് ചെയ്തേക്കാൻ പറയും. ഒരു 5 ആകുമ്പോഴത്തേക്കും, അതായത് ഐയുടെ വാല്യൂ 5 ആകുമ്പോഴത്തേക്കും ബ്രേക്ക് ചെയ്യുക. ഇഫിൻ്റെ കാര്യം കണ്ടീഷൻ സിസ്റ്റമിൽ അറിയാമല്ലോ, നമുക്ക് ലോജിക്ക് ഉപയോഗിച്ച് ചെക്ക് ചെയ്യണമെങ്കിൽ ഇഫ് വേണമല്ലോ. ഇഫ് ഐ ഈക്വൽ ടു 5, അപ്പോൾ ഞാനത് ബ്രേക്ക് വിളിച്ചേക്കുക. ബ്രേക്ക് അപ്പോൾ എന്ത് സംഭവിക്കും? 5 പ്രിൻറ്റ് ചെയ്യും, 5 ആകും. 5 എത്തിക്കഴിയുമ്പോഴത്തേക്കും ഐ ചെക്ക് ചെയ്യും. ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്, 5നോട് ഈക്വലല്ല, 2 ആണ്, 3 ആണ്, 4 വരെ ഒരു പ്രശ്നവുമില്ല. 5 ആയി കഴിയുമ്പോഴത്തേക്കും ഈക്വലാകും. ഈക്വലായി കഴിയുമ്പോൾ ബ്രേക്ക് വിളിക്കും, അപ്പോൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകും. എന്ത് സംഭവിക്കും നോക്കാം.
നോക്കുക 4 വരെ പ്രിൻറ്റ് ചെയ്തു. നോക്കുക 1 2 3 4 വരെ പ്രിൻറ്റ് ചെയ്തു. 5 ആയപ്പോൾ ആ ഇഫിൽ നമ്മൾ പറഞ്ഞേക്കുന്ന ലോജിക്ക് ഇഫിൽ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ ട്രൂ ആയി. അപ്പോൾ ബ്രേക്ക് വിളിച്ചപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് എന്ന് പറയുന്ന ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ എവിടെ നിന്ന് ബ്രേക്ക് വിളിക്കുന്നോ അപ്പോൾ ആ ഏറ്റവും ടോപ്പിലുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഫോർ ലൂപ്പിൽ നിന്ന് അത് എക്സിറ്റ് ആവും. അപ്പോൾ ഈ ഫോർ ലൂപ്പിൽ നിന്ന് ഏത് ലൂപ്പിൽ നിന്നും ഇത് ഇത് ബ്രേക്ക് വിളിച്ചപ്പം കണ്ടില്ല. ഇത്രയും ബ്രേക്ക്. അതായത് ഈ പ്രോഗ്രാമിൽ ബ്രേക്കിന് വലിയ റോളൊന്നുമില്ല. പക്ഷേ ചില പ്രോഗ്രാമിൽ നമുക്ക് ലോജിക്കലി പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എളുപ്പം വരും. ഒരു ലൂപ്പ് ചില കണ്ടീഷൻ ചില സമയത്ത് മാത്രമേ സാറ്റിസ്ഫൈ ഉള്ളൂ. അങ്ങനെ ആ സാറ്റിസ്ഫാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആ കണ്ടീഷൻ ഇങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ചെയ്തോളാം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം ബ്രേക്കിൻ്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രേക്ക് വിളിച്ച് കഴിഞ്ഞാൽ ആ ലൂപ്പിൽ നിന്നേ പുറത്താക്കും. അതായത് 5 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ശേഷം നടക്കാൻ, അതായത് സത്യത്തിൽ ഈ ബ്രേക്ക് ഇല്ലായിരുന്നെങ്കിൽ 10 വരെ പ്രിൻറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ 5 വിളിച്ചു, അപ്പം ബ്രേക്ക് ആയപ്പോഴേ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഇനി കണ്ടിന്യൂ നോക്കാം. കണ്ടിന്യൂ ഞാൻ വിളിക്കുകയാണ്. കണ്ടിന്യൂ വിളിക്കുമ്പം ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കി ഇപ്പം മനസ്സിലാവും. നോക്കുക 1 2 3 4 വന്നു. 5 ആയപ്പോൾ എന്ത് സംഭവിച്ചു? 5 ആയപ്പോൾ നമ്മുടെ ഈ കണ്ടീഷൻ ശരിയായി. അപ്പോൾ കണ്ടിന്യൂ വിളിച്ചു. 5 ആയപ്പോൾ വിളിച്ചപ്പോഴത്തേക്കും അപ്പം അതിന് ശേഷം നമ്മൾ പറഞ്ഞ കാര്യം നടക്കത്തില്ല. 5 വിളിച്ചപ്പോഴത്തേക്കും 5 പ്രിൻറ്റ് ചെയ്തില്ല. അതായത് ഇവിടെ വന്നപ്പോഴത്തേക്കും 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അത് എൻ്റെ കൺട്രോളിൽ വരുന്ന പാത്ത് നോക്കുക. ഇവിടെ വന്നു സപ്പോസ് ഇപ്പോൾ ഐയുടെ വാല്യൂ 5 വിചാരിക്കുക. ഇവിടെ വന്നു ചെക്ക് ചെയ്തു, അതിന് ശേഷം കണ്ടിന്യൂ ചെക്ക് ചെയ്തു, ഐയുടെ വാല്യൂ 5. അപ്പോൾ കണ്ടിന്യൂ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ താഴോട്ടൊന്നും പോകത്തില്ല. അത് ഈ കൺസോളിലേക്ക് പോകത്തില്ല. ഇവിടെ നേരെ കൺട്രോളിൽ ഇവിടെ എത്തും. അതായത് ഇവിടെ എത്തും. ഐയുടെ വാല്യൂ 6 കഴിയുമ്പോഴത്തേക്കും ഇവിടെ വന്നു. 6 കഴിയുമ്പോൾ ഇവിടെ വന്നു. 6 5 ഈക്വലില്ല. ഇവിടെ കണ്ടിന്യൂ ഒന്നും വിളിച്ചില്ല, 6 പ്രിൻറ്റ് ചെയ്തു. അതുണ്ടോ 5 മാത്രം ഒഴിവാക്കി കിട്ടി. 1 തൊട്ട് 10 വരെയുടെ സംഖ്യ എഴുതി, അതിൻ്റെത് 5 മാത്രം ഒഴിവാക്കി. ഇതാണ് ബ്രേക്കിംഗ് കണ്ടിന്യൂ നമ്മൾ വെച്ചത്. വലിയ കൂടി കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. പക്ഷേ നമുക്ക് പല സാഹചര്യത്തിലും ബ്രേക്കിംഗ് കണ്ടിന്യൂ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കോഡ് കുറയ്ക്കാനും ആ ലോജിക്ക് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാനും പറ്റും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.